ഗുഡ് ഈവനിങ്. നമുക്കിന്ന് വെൽഡിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. PSC സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് കീ പോയിൻ്റ് ഉണ്ട്, അതിനെപ്പറ്റി നോക്കാം. കോമൺ ആയിട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്യാസും ഉണ്ടാവും, അതിനെ കത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വാതകവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഓക്സി അസറ്റിലീൻ വെൽഡിംഗ് ആണ്. അപ്പോൾ ഓക്സിജനും അസറ്റിലീനും ഉണ്ടാവും. അസറ്റിലീനാണ് നമ്മളെ ഇന്ധനം, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ഇത് സിമ്പിളാണ്, ചീപ്പാണ്, ഈസി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഇനി the heat input can be closely controlled to weld even thin tiny compound. നമ്മൾ ആർക്ക് വെൽഡിങ് നമ്മളിപ്പോൾ വണ്ടിയുടെ ബോഡി മടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബോഡി കത്തിപ്പോവും, കാരണം അതിന് വളരെ കനം കുറവാണ്. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്, ഗ്യാസ് വെൽഡിങ്. കാരണം എന്താ, ചെറിയ കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് വെൽഡ് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഗ്യാസ് വെൽഡിങ്. നമ്മളെ വാഹനങ്ങൾക്ക് ബോഡി പാനലിങ്ങിനും അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഗ്യാസ് വെൽഡിങ് ആണ്. ഇനി ദി ഫ്ലെയിം ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി വെൽഡ് ലൊക്കേഷൻ ടു മെൽറ്റ് ദി മെറ്റൽ ടു ബി ജോയിൻഡ് ആൻഡ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ദസ് പ്രൊഡ്യൂസിങ് ദി വെൽഡ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ഗ്യാസ് വെൽഡിങ്ങിൽ കുറച്ച് എക്യുപ്മെൻ്റ് ഉണ്ട്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 സിലിണ്ടർ കാണാം. അതിൽ വലിയ സിലിണ്ടർ എല്ലാവർക്കും അറിയാം, നീളം കൂടിയ സിലിണ്ടർ ഏതാണ്, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറാണ്. നീളം കുറഞ്ഞ അസറ്റിലീൻ ഗ്യാസ് സിലിണ്ടറാണ്. രണ്ടിനും സെപ്പറേറ്റ് കളറാണ്, ബ്ലാക്ക്, മറൂണ്, അതുപോലെ ഗ്രീൻ, 2-3 കളറാണ് നമ്മൾ ഉപയോഗിക്കുക. സാധാരണ ബ്ലാക്കും മറൂണാണ്, നമുക്കതെല്ലാം നോക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ ചെയിൻ ഇതിൻ്റെ മുകളിൽ ഉണ്ടല്ലേ, വീഴാതിരിക്കാണ്ട് ചെയിൻ ഉണ്ട്, ട്രോളി ഉണ്ട്, പിന്നെ സ്പാർക്ക് ലൈറ്റർ ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, കുറച്ച് ബ്ലോ പൈപ്പും മറ്റേ നമ്മുടെ റെഗുലേറ്റർ എല്ലാം നമുക്ക് നോക്കി നോക്കാം. ഈ എക്യുപ്മെൻറ്റ് എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ടു സപ്ലൈ ദി ഓക്സി അസറ്റിലീൻ ഗ്യാസ് മിക്സ്ചർ ടു ദി കറക്റ്റ് റേഷ്യോ ടു ദി വെൽഡിംഗ് ടിപ്പ് അറ്റ് ദി കറക്റ്റ് റേറ്റ് ഓഫ് ഫ്ലോ ആൻഡ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും കേട്ടോ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും, അസറ്റിലീൻ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും, ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ഉണ്ടാവും. റെഗുലേറ്ററാണ് ഈ ഓക്സിജൻ ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓക്സിജൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ ഓക്സിജൻ ഗ്യാസിനെ. അത് ഉടനെ തുറന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുറത്തു പോകും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അധിക കളർ എന്താ ഉണ്ടാവുക, ബ്ലാക്കോ ഗ്രീനോ ഉണ്ടാവുക. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്കാണ് ഓക്സിജൻ ഗ്യാസ് ഹോസിൻ്റെയും അതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ എല്ലാം കളർ നമ്മൾ കൊടുക്കുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് അസറ്റിലീൻ ഗ്യാസ് ഹോസ് ഉണ്ടാവും, അതിൻ്റെ കളർ മറൂൺ കളറാണ്. PSC ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചു വരാറുണ്ട് ഈ ബ്ലാക്കും മറൂണിൻ്റെ കേസ്. പിന്നെ അതിൻ്റെ രണ്ടിനും അറ്റത്തെ നെറ്റിനൊക്കെ എന്ത് ചെയ്യും, ഒരു അടയാളം ഉണ്ടാവും അസറ്റിലീൻ്റെ. നമുക്ക് നോക്കാം. വെൽഡിങ് ടോർച്ച് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ബ്ലോ പൈപ്പ്. പിന്നെ അതിന് സെപ്പറേറ്റ് നോസിൽസ് ഉണ്ടാവും. ചെറിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നോസിലിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തും. പിന്നെ ട്രോളി ഉണ്ടാവും. പിന്നെ കീ ആൻഡ് സ്പാനേഴ്സ്, നമ്മളിപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഹെഡൊക്കെ നമുക്ക് ഊരാനും പിന്നെ അതിൻ്റെ നോസിലൊക്കെ ഊരാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ടർ കീ ആണ്. പിന്നെ ഫില്ലർ റോഡ് ഉണ്ടാവും, കറക്റ്റ് ഫ്ലക്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. സേഫ്റ്റി നമുക്ക് ലാസ്റ്റ് നോക്കട്ടെ ഈ വീഡിയോയുടെ. അതിലാദ്യം പഠിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ. PSC ചോദിക്കുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തായിരിക്കും, ബോട്ടിൽ ഷേപ്പ്ഡ് സിലിണ്ടർ ആയിരിക്കും ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ലോറിയിലൊക്കെ, നമ്മൾ ആ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഇഷ്ടം പോലെ കാണാത്ത ആരും ഉണ്ടാവില്ല. ഇനി ബ്ലാക്ക് കളറിലാണ് എന്ത് ചെയ്യുക, ഈ സിലിണ്ടറും പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ സിലിണ്ടർ, ഹോസ് എല്ലാം ഏതാണ്, ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏതാണ്, ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്സിജൻ സിലിണ്ടേഴ്സ് ക്യാൻ സ്റ്റോർ ഗ്യാസ് ടു എ കപ്പാസിറ്റി ഓഫ് 7 മീറ്റർ ക്യൂബ്. 7 മീറ്റർ വീതിയും 7 മീറ്റർ നീളും 7 മീറ്റർ ഹൈറ്റും ഉള്ള അത്രയും അളവിലുള്ള ഓക്സിജൻ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും, കുത്തി നിറച്ചിട്ട് ഈ ബോട്ടിൽ ഷേപ്പിലുള്ള ഗ്യാസ് സിലിണ്ടറിലേക്ക് വെക്കും. അപ്പോൾ 7 മീറ്റർ ക്യൂബോളം വലിയൊരു ഹാളിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യും, കുത്തി നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ ഈ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 7 മീറ്റർ ക്യൂബാണ്, അസറ്റിലീൻ്റെ 6 മീറ്റർ ക്യൂബാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഈ പ്രഷർ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൽ ഫ്രീ ആയിട്ടല്ലേ, 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഓക്സിജൻ കാണുക അല്ലേ. അതിനെ കുത്തി നിറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രഷർ കൂട്ടണ്ടേ. ആ പ്രഷർ കൂട്ടണമെന്നുള്ള 1 എന്തായി, 120 മുതൽ 150 kg/cm². 1 cm². ഇതിപ്പോൾ നമ്മൾ മീറ്ററിലാണ്, 7 മീറ്റർ ക്യൂബാണ്. പക്ഷേ നമ്മൾ പ്രഷർ എത്രയിൽ അളക്കുക, ബാരലിനെ kg/cm. അപ്പോൾ 1 cm² ഒരു ചതുരം എടുത്ത് കഴിഞ്ഞാൽ, സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ അതിൽ 150 kg ബലം കൊടുക്കുന്ന അത്രയും പ്രഷറിലാണ് എന്ത് ചെയ്യുക, ഈ സിലിണ്ടർ അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നുള്ള ആ പേടിയൊക്കെ നമുക്ക് ഒരുപാടുള്ളത്. ഈ ഗ്യാസ് സിലിണ്ടേഴ്സ്, ഈ അസറ്റിലീൻ സിലിണ്ടേഴ്സ്, നമ്മുടെ LPG സിലിണ്ടറൊക്കെ ഏകദേശം നല്ല പ്രഷറിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓക്സിജൻ്റെ ഈ പ്രഷർ നോക്കണം, ഈ ഒരു കപ്പാസിറ്റി നോക്കണം. എത്രയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി, 7 മീറ്റർ ക്യൂബാണ്. ഓക്സിജൻ സിലിണ്ടറിൻ്റെ, അസറ്റിലീൻ്റെ 6 മീറ്റർ ക്യൂബാണ്. ഇനി
ഇതിൻ്റെ പ്രഷർ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ പ്രഷർ എത്രയാണ് 120 മുതൽ 150 ഈ റേഞ്ചാണ് നിങ്ങൾ നോക്കേണ്ടത്. മാക്സിമം ആൻസർ കൊടുത്തിട്ടുണ്ടാവും 150 kg/cm² ആണെന്ന്, അല്ലെങ്കിൽ 120 കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ റേഞ്ചാണ്. ഇതിൻ്റെ നടുവിലുള്ളൊരു വാല്യൂ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ ത്രെഡും ഹോസൊക്കെ സെപ്പറേറ്റ് കളറല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൽവ്സ് ആൻഡ് ഫിറ്റിംഗ് ഹാവ് റൈറ്റ് ഹാൻഡ് ത്രെഡഡ്. അങ്ങനെ തന്നെ വായിച്ചോളൂ കേട്ടോ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൽവിനും ഫിറ്റിങ്സിനും എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ഉള്ള ത്രെഡാണ് കൊടുക്കുക. ബോൾട്ട് നെട്ടും അങ്ങനത്തെ യൂണിയനൊക്കെ എന്താ കൊടുക്കുക, അതിൻ്റെ യൂണിയനൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് തിരിച്ചാൽ എന്ത് ചെയ്യും, ടൈറ്റ് ആവും. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ എന്ത് ചെയ്യും, ലൂസാവും. പക്ഷേ അസറ്റ്ലീന് നേരെ തിരിച്ചായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. അത് ക്ലോക്ക് വൈസ് തിരിച്ചാൽ ലൂസാവുക ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ ഒരിക്കലും എങ്ങനെയൊക്കെ അപ്പോൾ കളർ കുറേ കാലം കഴിഞ്ഞപ്പോൾ ചളിയായി എഴുതിക്കും. ചളിയായി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. കണ്ടില്ല, ഈ ചിത്രം നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി അസറ്റ്ലീൻ്റെ ഓക്സിജൻ്റെ കേസ് നമ്മൾ പഠിച്ചില്ല, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗ്രീന്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബ്ലാക്കാണ്. അതിൻ്റെ കപ്പാസിറ്റി 7 m³, അതിൻ്റെ പ്രഷർ 120-150 kg/cm². യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഡിസോൾവ്ഡ് അസറ്റ്ലീൻ സിലിണ്ടർ. അസറ്റ്ലീൻ സിലിണ്ടറിനെ എന്തിനാണ് ഡിസോൾവ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നമ്മളൊരു സെപ്പറേറ്റ് ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡിസോൾവ്ഡ് രൂപത്തിലാണ് എന്ത് ചെയ്യുക, അസറ്റ്ലീനെ സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് അളവിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദി അസറ്റ്ലീൻ ഗ്യാസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഈസ് സ്റ്റോർഡ് ഇൻ സ്റ്റീൽ ബോട്ടിലാണ്. പക്ഷേ എന്ത് ചെയ്യണം, അതിൻ്റെ കളർ നോക്കണം. എന്താണ്, മറൂൺ കളറാണ്. ഓക്കെ ആണോ? മറ്റേ ബ്ലാക്കാണ്, ഇത് മറൂൺ ആണ്. ദി നോർമൽ സ്റ്റോറിംഗ് കപ്പാസിറ്റി എത്രയാണ്, 6 m³ ആണ്. എങ്ങനെയാണ്, 6 m³. 6 മീറ്റർ വീതി നീളം. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി, അങ്ങനെ ജസ്റ്റ് കാണാതെ പഠിക്കുക. 6 m³ ആണ്. അസറ്റ്ലീൻ്റെ ഓക്സിജൻ്റെ 7 m³ ആണ്. ഇനി റേഞ്ച് എത്ര നോക്കി വെക്കും. ഈ റേഞ്ചിൻ്റെ കേസിലാണ് എല്ലാവർക്കും തെറ്റിപ്പോവുക. ഞാൻ പറഞ്ഞത് ഡിസോൾവ്ഡ് ആണ്, അപ്പോൾ വല്ലാണ്ട് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. ഡിസോൾവ്ഡ് ആണ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ച മാതിരി. അങ്ങനെ ജസ്റ്റ് വിചാരിക്കുക. നോക്കി നോക്കൂ നിങ്ങൾ, 15 മുതൽ 16 kg/cm. ഓക്സിജൻ എത്രയായിരുന്നു, 120 ആയിരുന്നു. പക്ഷേ ഇവിടെ എത്രയാണ്, അതിൻ്റെ 10-1 കമ്മിയാണ് അല്ലേ. 15 to 16 kg/cm² ആണ്. ഇനി ഇതിൻ്റെ ത്രെഡ് വരെ പറഞ്ഞിട്ടില്ല അല്ലേ. ത്രെഡ് നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും കേട്ടോ. ഒരു പേടിക്കണ്ട. ഇനി നെക്സ്റ്റ്, ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ എന്തിനാ ഉപയോഗിക്കുക. ദിസ് ഇസ് യൂസ്ഡ് ടു റെഡ്യൂസ്. എന്ത് ചെയ്യണം, 120 പ്രഷറിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ സിലിണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ ഓക്സിജൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യണം. മാത്രമല്ല ആൻഡ് ടു കൺട്രോൾ, അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യണം, വർക്കിംഗ് പ്രഷറിലേക്ക് കൊണ്ടുവരും വേണം. അതിനെ ഒഴുക്കിനെ നിയന്ത്രിക്കും വേണം. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ത് ചെയ്യണം, കത്തിക്കുന്ന നേരത്തൊക്കെ കുറച്ച് ഒഴുക്ക് മതി. പിന്നെ പ്രീ ഹീറ്റിംഗ് സമയത്തൊക്കെ കുറച്ച് ഒഴുക്ക് മതി. അതുകൊണ്ട് അതിൻ്റെ ഫ്ലോ ഓഫ് ഓക്സിജൻ നിയന്ത്രിക്കും വേണം. അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ടു ബ്ലോ പൈപ്പ്. അപ്പോൾ ഇതിന് രണ്ടിനും ഉപയോഗിക്കുന്ന ആളാണ് അതിൽ ഓക്സിജൻ പ്രഷർ ഗ്യാസ് റെഗുലേറ്റർ. ദി ത്രെഡഡ് കണക്ഷൻ ആർ റൈറ്റ് ഹാൻഡ് ത്രെഡ്. ഓക്സിജൻ്റെ സിലിണ്ടറിൻ്റെയും അതിൻ്റെ ഫിറ്റിങ്ങിനെയും നമ്മൾ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല. എന്താണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്, അങ്ങോട്ടോട്ട് മാറിപ്പോകത്തില്ല. ഇതിൽ നോക്കി നോക്കും, ഈ ഒരു പ്രഷർ ഗേജ് ഉണ്ടോ, ഇതെന്താണ്, നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള അളവാണ് സൂചിപ്പിക്കുക, പ്രഷർ സൂചിപ്പിക്കുക. ഇതെന്താണ്, നമ്മളെ ഹോസിൻ്റെ അവിടുന്ന് വരുന്ന ആ അളവാണ് സൂചിപ്പിക്കുക. രണ്ട് സെപ്പറേറ്റ് ഗേജ് ഉണ്ടാവും, പ്രഷർ ഗേജ് ഉണ്ടാവും. മനസ്സിലാക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കണ്ടോ, റൈറ്റ് ഹാൻഡ് രണ്ടും റൈറ്റ് ഹാൻഡാണ്. ഇനി അസറ്റ്ലീൻ ഗ്യാസ് റെഗുലേറ്റർ. അസറ്റ്ലീൻ എന്താ, ഇതിനും ഇതന്നെ, ടു റെഡ്യൂസ് ദി സിലിണ്ടറും ആൻഡ് ടു കൺട്രോൾ. ഇത്രയുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആയിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു ഗ്രൂവ് കട്ട് ചെയ്ത് കണ്ടോ. എ ഗ്രൂവ് ഈസ് കട്ട് അറ്റ് ദിസ് കോർണർ ഓഫ് ദി നെറ്റ്. ഇത് നെറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി, ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ട് പ്രഷർ ഗേജ് ഉണ്ട്, ഒന്ന് സിലിണ്ടറിൻ്റെ ഉള്ളിൽ, ഒന്ന് നമ്മുടെ വർക്കിംഗ് പ്രഷർ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് റബ്ബർ ഹോസ് പൈപ്പ് ആൻഡ് കണക്ഷൻസ്. എന്തിനു ഉപയോഗിക്കുക, നമുക്കറിയാം അല്ലേ. ടു ക്യാരി ഗ്യാസ് ഫ്രം റെഗുലേറ്റർ ടു ദി ബ്ലോ പൈപ്പിലേക്ക് നമ്മളെ ആ റെഗുലേറ്ററിൽ നിന്ന് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, നമ്മൾ ഹോസ് പൈപ്പ് ഉപയോഗിക്കുക. റെഗുലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, നേരെ സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയും എന്ത് ചെയ്യും, നമ്മൾ വെക്കും. ദീസ് ആർ മെയ്ഡ് ഓഫ് സ്ട്രോങ് ക്യാൻവാസ് റബ്ബറാണ്. ക്യാൻവാസ് പറയുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രോങ് ക്യാൻവാസ് റബ്ബറാണ്, നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ ആണോ. ഇനി ഓക്സിജൻ്റെ ഹോസ് പൈപ്പിന് എന്തായിരിക്കും, ബ്ലാക്ക് ആയിരിക്കും. അസറ്റ്ലീൻ ആണെങ്കിൽ എന്തായിരിക്കും, മറൂൺ ആയിരിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ. ഇതാണ് ആ സെറ്റപ്പ്, മനസ്സിലായോ. ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, ഗ്യാസ് കുറ്റി ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവിടെ ഉണ്ട്. റെഗുലേറ്റർ ഇതുണ്ടല്ലേ, ഈ ഭാഗം റെഗുലേറ്റർ ഉണ്ട്. അതിൽ സിലിണ്ടറിൻ്റെയും വർക്കിംഗ് പ്രഷർ ഗേജ് ഇവിടെ ഉണ്ട്. ഹോസ് കണക്ഷൻ കണ്ടില്ലേ, അതിൻ്റെ ഇതാണ് യൂണിയൻ ഉണ്ട്. ഈ ബ്ലാക്ക് കളർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ വരും. നേരെ എന്ത് ചെയ്യും, നമ്മളെ ബ്ലോ പൈപ്പിൻ്റെ ഒരു നോസിൽ കൊടുക്കും. നേരെ അസറ്റ്ലീൻ്റെ ആണെങ്കിൽ മറൂൺ കളറായിരിക്കും. അതിലും സെയിം ഐറ്റംസ് ഉണ്ട്. ഇനി
യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹോസ് പൈപ്പ് കണക്ട് ചെയ്യുക. ഈ യൂണിയനും എന്തായിരിക്കും, ഓക്സിജൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ഇതിന് അസറ്റിലീൻ. ഇത് കണ്ടില്ലേ, ഒരു ഗ്രൂവ് കട്ടിയുണ്ടാവും ഏതിൻ്റെ മുകളിൽ, അസറ്റിലീൻ്റെ മുകളിൽ. എല്ലാം സിമ്പിളാണ്. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, കാരണം ഇത് PSC അധികം ആൾക്കാരും അങ്ങനെ നോക്കാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇത്രയും ഭാഗം കേട്ടോ. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഈ ബ്ലോ പൈപ്പിൻ്റെ എൻഡിൽ ഒരു റബ്ബർ ഹോസ് നമ്മൾ കൊടുക്കൂലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ് പ്രൊട്ടക്റ്റേഴ്സ് ഫിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഹോസ് പ്രൊട്ടക്ടർ, കണ്ടോ, ഇതാണ് ഹോസ് പ്രൊട്ടക്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിയൻ്റെ ഷേപ്പിലായിരിക്കും, പക്ഷേ യൂണിയൻ അല്ല, ഹോസ് പ്രൊട്ടക്ടറാണ്. ഹാവ് എ നോൺ റിട്ടേൺ ഡിസ്ക്, അങ്ങോട്ട് മാത്രമേ കടത്തിയുള്ളൂ. നമ്മളെ ഫുട്ബോൾ കണ്ടല്ലോ നിങ്ങൾ, വീട്ടിലെ ഫുട്ബോൾ ഇല്ലേ, അത് 1 ഡയറക്ഷനിലേക്ക് മാത്രമേ കടത്തിയിട്ടുള്ളൂ. അതായത് 1 ഡയറക്ഷൻ വാൽവാണ് ഇത് നമ്മളെ ഹോസ് പ്രൊട്ടക്ടർ. കാരണം ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ബ്ലോ പൈപ്പിലോട്ട് മാത്രമേ പോകത്തുള്ളൂ, ബ്ലോ പൈപ്പിൽ നിന്ന് ഒരിക്കലും എന്തില്ല, റിട്ടേൺ പോകത്തില്ല. അത് കാരണം തന്നെ ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ, ഒരിക്കലും എന്തില്ല, ആ വെൽഡിൻ്റെ അവിടെ നിന്ന് എന്തില്ല, തീ ഒരിക്കലും പിന്നിലേക്ക് പോയി ഓസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹോസ് പ്രൊട്ടക്റ്റേഴ്സ്. കണ്ടില്ലേ, ഇതാണ് ആ ഡിസ്ക്, കണ്ടോ, ആ ഡിസ്ക് കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസ്ക്. വൺ വേ വാൽവ് ആണ്, സിമ്പിൾ ലോജിക്. അതായത് ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് എന്തില്ല, പോവത്തില്ല. അപ്പോൾ ബ്ലോ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സിലിണ്ടറിൽ നിന്ന് അസറ്റിലീൻ വരും, ഒരു സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ വരും, രണ്ടും കൂടി മിക്സ് ചെയ്യണമല്ലേ. ഈ മിക്സിങ് പരിപാടി നടക്കുന്നത് ബ്ലോ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ബ്ലോ പൈപ്പ് യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് മിക്സ് ദി ഗ്യാസസ്, ഓക്കെ ആണോ, ടു ദി റിക്വയർഡ് പ്രൊപ്പോർഷൻ. രണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, നമ്മളെ വാൽവുകളും നോസിൽസൊക്കെ ഉണ്ടാവും, ഓക്കെ ആണോ. കണ്ടില്ലേ, അസറ്റിലീനും കൺട്രോൾ ചെയ്യാൻ വാൽവുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഒരു വാൽവ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, 4ഉം 5ഉം. എ സെറ്റ് ഓഫ് ഇൻ്റർചേഞ്ചബിൾ, നമുക്ക് ഇവിടുന്ന് ഊരി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഓരോ അളവിനുള്ള നോസിൽ അല്ലെങ്കിൽ ടിപ്പ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വെക്കാം. ടു പ്രൊഡ്യൂസ് സ്മാളർ ഓർ ബിഗ്ഗർ ഫ്ലെയിംസ്. ഇനി ദി സൈസ് ഓഫ് ദി നോസിൽ വേരീസ് അക്കോർഡിംഗ് ടു ദി തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ടു ബി വെൽഡഡ്. ഈ ഒരു ടേബിളിൽ നിന്നും ഒരു മാർക്ക് എന്തായാലും ചോദിക്കും. 0.8 mm തിക്നെസ്സുള്ള പ്ലേറ്റാണ് വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോസിൽ നമ്പർ 1 ആണ്. എന്നാൽ 1.2 mm ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ആണ്. 1.6 ആണെങ്കിൽ 3 നോസിൽ നമ്പറാണ് ഉപയോഗിക്കുക. ഇനി 2.4 mm തിക്നെസ്സുള്ള പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 ആണ് ഉപയോഗിക്കുക. 3 mm തിക്നെസ്സുള്ള പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ 7 നമ്പർ നോസിലാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. 25 mm കൂടുതൽ തിക്നെസ്സുള്ള പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. 90 നോസിൽ സൈസാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഈ ഗ്യാസ് വെൽഡിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് മറ്റേ നമ്മുടെ ബാക്ക് ഫയർ, അതുപോലെ അതിൻ്റെ കൺട്രോൾ എങ്ങനെ ചെയ്യാം, പിന്നെ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഏത് ഫ്ലെയിം ക്ലോസ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്ക് ഫയർ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ, അത് ഒരുപാട് വലിയൊരു ഡീറ്റെയിൽ ഉണ്ട്. അത് കുറച്ചും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. അസറ്റിലീൻ വെൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ 2 ടൈപ്പ് നോക്കാം. ഓക്സി അസറ്റിലീൻ പ്ലാന്റ് 2 വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്ന് ഹൈ പ്രഷർ പ്ലാന്റും ലോ പ്രഷർ പ്ലാന്റും. നമുക്ക് 2 ഗ്യാസ് ഉണ്ട്, ഓക്സിജനും ഉണ്ട് അസറ്റിലീനും ഉണ്ട്. നമ്മളെ ഗ്യാസ് ഏതാ ഗ്യാസ്? ഓക്സിജൻ എല്ലാത്തിലും നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അസറ്റിലീനാണ് വെൽഡിങ് ഗ്യാസ്. അപ്പോൾ അസറ്റിലീൻ്റെ പ്രഷറിന് അനുസരിച്ചാണ് നമ്മൾ ഹൈ പ്രഷറാണോ ലോ പ്രഷറാണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഹൈ പ്രഷർ പ്ലാന്റ് യൂട്ടിലൈസസ് അസറ്റിലീൻ അണ്ടർ ഹൈ പ്രഷർ. നമുക്കറിയാം ഓക്സിജൻ എന്ത് ചെയ്യും, 120 മുതൽ 150 kg/cm² നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും സിലിണ്ടറിനുള്ളിൽ. പക്ഷേ അസറ്റിലീൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് നമ്മൾ 15 മുതൽ 16 kg/cm² നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ആ സിലിണ്ടറിൽ നിന്നുള്ള അതേ രൂപത്തിൽ, അതായത് അതേ പ്രഷറിൽ, അതേ രൂപത്തിലല്ല കേട്ടോ, അതേ പ്രഷറിൽ 15 kg/cm² പ്രഷറിൽ നമ്മൾ അസറ്റിലീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ പ്രഷർ പ്ലാന്റ് എന്ന് വിളിക്കാം. എന്നാൽ അതിനേക്കാട്ടിലും ചെറിയ പ്രഷറിലാണെങ്കിൽ, അതായത് 0.017 kg/cm², ഒരു സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ, അവർ മറന്നതാണ്. അത് 1 സെൻറ്റിമീറ്ററിൽ 1 ഗ്രാം പോലും ഇല്ല. അത് 0.017 ഗ്രാം ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം, നമുക്ക് ലോ പ്രഷർ പ്ലാന്റ് എന്ന് വിളിക്കാം. 2 ഓക്സിജൻ അവിടെ എത്രയിലാണ് ഉപയോഗിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഓക്സിജൻ എത്രയിലാണ് ഉപയോഗിക്കുക, 120 മുതൽ 150 kg/cm, അതായത് അതേ പ്രഷറാണ് ഉപയോഗിക്കുക. അപ്പോൾ
ഹൈ പ്രഷർ ഓക്സി അസറ്റിലീൻ പ്ലാന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈ പ്രഷർ സിസ്റ്റം എന്ന് കൂടി വിളിക്കാം. അതേപോലെ തന്നെ എന്തിനെന്ത് വിളിക്കാം? എ ലോ പ്രഷർ അസറ്റിലീൻ പ്ലാന്റ് വിത്ത് എ ലോ പ്രഷർ അസറ്റിലീൻ ജനറേറ്റർ ആൻഡ് ഹൈ പ്രഷർ ഓക്സിജൻ സിലിണ്ടർ ഈസ് കാൾഡ് ലോ പ്രഷർ സിസ്റ്റം. അപ്പോൾ ലോ പ്രഷർ സിസ്റ്റത്തിൽ എന്താ ഉണ്ടാവുക? ഒരു ലോ പ്രഷർ അസറ്റിലീൻ ജനറേറ്റർ ഉണ്ടാവും. അത് നേരെ സിലിണ്ടറിൽ വലിയ ഇതിൽ സ്റ്റോർ ചെയ്തൊക്കെ ഒന്നും വേണ്ട, നമുക്ക് ചെറിയ പ്രഷറിൽ അസറ്റിലീനെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അസറ്റിലീൻ ജനറേറ്റർ കണ്ടോ, ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യും? അസറ്റിലീനെ ചെറിയ പ്രഷറിൽ ഇങ്ങനെ ഉണ്ടാകും. ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യും? സിലിണ്ടർ രൂപത്തിൽ വെക്കും. മനസ്സിലായോ? ഇത് ലോ പ്രഷറല്ല, കാരണം ലോ പ്രഷറിൽ എന്തില്ല, വലിയ പ്രഷർ വേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു അസറ്റിലീൻ ജനറേറ്റർ എന്ന് പറയുന്ന ഈ സംവിധാനം മാത്രം മതി. നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് ബ്ലോ പൈപ്പ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഹൈ പ്രഷറും ലോ പ്രഷറും ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോ പൈപ്പിലും മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് നോക്കി നോക്കാം. ഫോർ ദി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്ക് ഹൈ പ്രഷർ എന്ത് ചെയ്യുക? രണ്ടിലും ഉപയോഗിക്കാം. പക്ഷേ ലോ പ്രഷർ തിരിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കേസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഫോർ ദി ലോ പ്രഷർ സിസ്റ്റം എ സ്പെഷ്യലി ഡിസൈൻഡ് ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ് ഈസ് റിക്വയർഡ്. ലോ പ്രഷറിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്പെഷ്യൽ ഇഞ്ചക്ടർ ബ്ലോ പൈപ്പ് ആവശ്യമാണ്. അതായത് എന്താ ഞാൻ പറഞ്ഞു, ഇതേ ഇഞ്ചക്ടർ നമുക്ക് എന്ത് ചെയ്യുക? ഹൈ പ്രഷറിന് ഉപയോഗിക്കാം. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ നേരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് ലോ പ്രഷർ ബ്ലോ പൈപ്പ്, ലോ പ്രഷർ അസറ്റിലീൻ പ്ലാന്റിൻ്റെ ബ്ലോ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യുക? ഹൈ പ്രഷറിൽ കൂടി ഉപയോഗിക്കാം. അപ്പോൾ ലോ പ്രഷർ ബ്ലോ പൈപ്പ് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കാം. മനസ്സിലായോ? രണ്ടിനും നമുക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കാം. ലോ പ്രഷർ ബ്ലോ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യുക? ഹൈ പ്രഷർ പ്ലാന്റിൽ ഉപയോഗിക്കുക, ലോ പ്രഷർ പ്ലാന്റിൽ ഉപയോഗിക്കാം. എന്നാൽ ഇൻ ദി ഹൈ പ്രഷർ സിസ്റ്റം എ മിക്സർ ടൈപ്പ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് യൂസ്ഡ്. അതായത് ഓക്സിജനും അസറ്റിലീനും എന്ത് മിക്സ് ചെയ്യുക. ഈസ് യൂസ്ഡ് വിച്ച് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദി ലോ പ്രഷർ സിസ്റ്റം. മനസ്സിലായോ? അതായത് ഹൈ പ്രഷർ സിസ്റ്റത്തിൻ്റെ ബ്ലോ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോ പ്രഷറിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സിമ്പിൾ ലോജിക്കാണ്. ടു അവോയ്ഡ് ദി ഡേഞ്ചർ ഓഫ് ഹൈ പ്രഷർ ഓക്സിജൻ എൻ്ററിങ് ഇൻ ടു ദി അസറ്റിലീൻ പൈപ്പ് ലൈൻ ആൻഡ് ഇഞ്ചക്ടർ ഈസ് യൂസ്ഡ് ഇൻ എ ലോ പ്രഷർ ബ്ലോ പൈപ്പ്. ഈ ഇഞ്ചക്ടറിൻ്റെ കേസ് ഉണ്ട് കേട്ടോ. ഇഞ്ചക്ടർ എവിടെ ഉപയോഗിക്കുക? ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഓക്സിജന് അസറ്റിലീൻ പൈപ്പ് ലൈനിക്ക് എൻ്റർ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചിത്രം നോക്കുക. ഇതിൽ നമുക്ക് എന്തുണ്ട്? ഓക്സിജൻ എത്ര പ്രഷറാണ്? 120, മിനിമം 120 കിലോഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ പ്രഷർ ഉണ്ടല്ലേ. അപ്പോൾ നല്ല പ്രഷറിലാണ് ഇയാൾ വരുന്നത്. ഇയാൾക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ടും പോയിക്കൂടെ? ഈ ഓക്സിജൻ പോയിക്കൂടെ? അസറ്റിലീൻ ജനറേറ്റർക്കും പോയിക്കൂടെ? നല്ല പ്രഷറിലല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും പോവുക. പക്ഷേ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇഞ്ചക്ടർ കൊടുക്കുന്നത്. കാരണം അസറ്റിലീൻ ജനറേറ്ററിലേക്ക് ഒരിക്കലും ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഇഞ്ചക്ടർ. ഓക്കെയാണ്. അപ്പോൾ എവിടെ മാത്രം ഉപയോഗിച്ചാൽ മതി? നമുക്ക് ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ കേസ് മറക്കാതിരിക്കുക കേട്ടോ. ഒരു സേഫ്റ്റി ഡിവൈസ് ആണെന്ത്? ഇഞ്ചക്ടർ കേട്ടോ. ഇൻ അഡീഷൻ ടു എ നോൺ റിട്ടേൺ വാൽവ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ദി ബ്ലോ പൈപ്പ് കണക്ഷൻ. എന്തുണ്ടാവും? നോൺ റിട്ടേൺ വാൽവ് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഇഞ്ചക്ടറും കൂടി ഉണ്ടാവും. ഓക്കെയാണോ? ഇനി പൊട്ടിത്തെറിക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹൈഡ്രോളിക് ബാക്ക് പ്രഷർ വാൽവ് കൂടി എന്ത് ചെയ്യും? അസറ്റിലീൻ്റെയും ബ്ലോ പൈപ്പിൻ്റെ ഇടയിൽ ഉപയോഗിക്കും. ഈ അസറ്റിലീൻ ജനറേറ്ററിൻ്റെയും ഈ അസറ്റിലീൻ ജനറേറ്ററിൻ്റെയും ഈ ബ്ലോ പൈപ്പിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മളൊരു എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രോളിക് ബാക്ക് പ്രഷർ വാൽവ് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെയാണോ? ഇനി നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ആദ്യം പറയുന്ന ഗുണം ഹൈ പ്രഷർ സിസ്റ്റത്തിൻ്റെ ഗുണമാണ്. എന്താണ്? നമുക്ക് അസറ്റിലീൻ ജനറേറ്റർ ഒന്നും വേണ്ടല്ലേ, 2 സിലിണ്ടർ മതി, ഒരു ബ്ലോ പൈപ്പ് മതി. സേഫ് വർക്കിംഗ് ആണ്. ഓക്കെയാണോ? ലെസ് ചാൻസ് ഓഫ് ആക്സിഡൻ്റ് ആണ്. കാരണം ഡിസോൾവ്ഡ് സ്റ്റേജിലാണ് അസറ്റിലീൻ ഉണ്ടാവുക. ദി പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ ഗ്യാസ് ഇൻ ദി സിസ്റ്റം ഈസ് ഈസി ആൻഡ് അക്യുറേറ്റ്. ആ ബ്ലോ പൈപ്പും പിന്നെ നമ്മൾ റെഗുലേറ്റർ ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? പ്രഷറൊക്കെ നമുക്ക് അക്യുറേറ്റായി അഡ്ജസ്റ്റ് ചെയ്യാം. ഡിസോൾവ്ഡ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഡിസോൾവ്ഡ് അസറ്റിലീൻ സിലിണ്ടർ ഈസ് പോർട്ടബിൾ. നമുക്ക് എവിടെയും കൊണ്ടുപോകാം അല്ലേ. ഇനി DAS നമ്മൾ ഈ റെഗുലേറ്റർ ഉണ്ട്, അപ്പോൾ നമുക്ക് ഈസി ആണെന്നൊക്കെ പറയാം. ഓക്കെയാണോ? നോ ലൈസൻസ് ഈസ് റിക്വയർഡ് ഫോർ കീപ് ദി DA അസറ്റിലീൻ സിലിണ്ടർ. ഡിസോൾവ്ഡ് അസറ്റിലീൻ സിലിണ്ടർ കീപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം? ലൈസൻസ് വേണ്ടെന്നാണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യണേ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് PSC എവിടെ നിന്ന് നോക്കുക? ഈ ഒരു പോയിന്റ് നിന്ന് ചോദിക്കുക. ബോത്ത് ഇഞ്ചക്ടർ ആൻഡ് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഹൈ പ്രഷർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? 2 ഉപയോഗിക്കാം, 2 ബ്ലോ പൈപ്പ് ഉപയോഗിക്കാം. ഇനി സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പഠിക്കുക കേട്ടോ. എങ്ങനെയാണ് വെൽഡിങ് ചെയ്യണമെന്നുള്ള എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പിന്നെ ഇത് ജസ്റ്റ് ക്രാക്കിംഗ് ആട്ടോ. 2-3 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സിലിണ്ടർ ക്രാക്ക് ചെയ്യണം. മനസ്സിലായോ? ക്രാക്ക് ചെയ്യണം.
ഇതൊക്കെ സേഫ്റ്റിയിലുള്ള കാര്യങ്ങളാണ്. സേഫ്റ്റി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് എടുക്കാം. ഇനി ആർക്ക് വെൽഡിങ് കൂടി ഈ വീഡിയോയിൽ നിന്ന് ചെയ്യിക്കണം. ഇനി നമ്മൾ പഠിച്ചുല്ലേ 2 ടൈപ്പ് ബ്ലോ പൈപ്പ് ഉണ്ടെന്ന് പഠിച്ചുല്ലേ. ഹൈ പ്രഷർ കൊണ്ട് ഹൈ പ്രഷർ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത് നോൺ ഇഞ്ചക്ടർ. കാരണം അതിൽ സേഫ്റ്റി ഡിവൈസ് ആയിട്ട് എന്തില്ല, ഇഞ്ചക്ടർ ഇല്ല. നമ്മൾ പറഞ്ഞില്ലേ അസറ്റ്ലിൻ ജനറേറ്ററിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചക്ടർ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ലോ പ്രഷർ ബ്ലോ പൈപ്പ് നമുക്ക് വിളിക്കാം ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ് എന്ന് കൂടി വിളിക്കാം. ഈ രണ്ട് പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 2 പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്ലോ പൈപ്പ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഗ്യാസ് വെൽഡിങ്ങിന്, ബ്രേസിങ്ങിന്, വെരി തിൻ ഷീറ്റ് വെൽഡിങ്ങിന് ഇതെല്ലാം ഉപയോഗിക്കാം. ഇനി ഈ ചിത്രത്തിൽ എന്താണ്, ഈക്വൽ അല്ലെങ്കിൽ ഹൈ പ്രഷർ കേട്ടോ. ഈക്വൽ അല്ലെങ്കിൽ ഹൈ പ്രഷർ 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈക്വൽ എന്ന് പറയുമ്പോൾ അസറ്റ്ലിൻ്റെ സിലിണ്ടറിൽ ഉള്ളത് എത്രയാണ്, 15 കിലോഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അത് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഈക്വൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഹൈ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ദി ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് കൺസിസ്റ്റ് ഓഫ് 2 ഇൻലെറ്റ്. 2 ഇൻലെറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ ഒന്ന് അസറ്റ്ലിന് വേണ്ടിയിട്ടും ഒന്ന് ഓക്സിജന് വേണ്ടിയിട്ടും. ഇതിൻ്റെ പോയിൻറ്റ് ഒന്ന് ഓക്സിജന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ 2 കൺട്രോൾ വാൽവ് ഉണ്ടാവും. കാരണം എന്താ, 2 കൺട്രോൾ ചെയ്യണ്ടേ, ഓക്കെയാണോ, 2 കൺട്രോൾ ചെയ്യണം. പിന്നെ ഒരു ബോഡി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ പാടെ മിക്സ് ആവുക. അപ്പോൾ 2 കൺട്രോൾ വാൽവ് ഉണ്ടാവും, 2 ഇൻലെറ്റ് ഉണ്ടാവും, ഓക്കെയാണോ, അത്രയും കഴിഞ്ഞോ. ഇനി ഈ മിക്സ്ഡ് ഗ്യാസ് എന്ത് ചെയ്യും, ഈ നോസിൻ്റെ ഉള്ളിൽ കൂടെ വരും. സിൻസ് ദി പ്രഷർ ഓഫ് ദി ഓക്സിജൻ ആൻഡ് അസറ്റ്ലിൻ ഗ്യാസസ് ആർ സെറ്റ് അറ്റ് ദി സെയിം പ്രഷർ. അതായത് ഇത്രയാണ് വരിക കേട്ടോ. ഇപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 0.15 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ദേ മിക്സ് ടുഗദർ അറ്റ് ദി മിക്സിംഗ് ചാമ്പറിൽ എന്ത് ചെയ്യും, അത് മിക്സ് ആവും. ഇതൊക്കെ ജസ്റ്റ് തിയറിയാണ്. ഇത് ഈ ചിത്രം ജസ്റ്റ് നോക്കി നോക്കാം, ഓക്കെയാണോ. ഇങ്ങനെയാണ് വരിക. ഓക്സിജൻ കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ട്, അസറ്റ്ലിൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങോട്ട് എന്ത് വരും, അസറ്റ്ലിനും ഓക്സിജൻ പാടെ എന്ത് ചെയ്യും, മിക്സ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നോസിൽ നമ്പർ കണ്ടില്ലേ, 0.8 മുതൽ 25 വരെയുള്ള നോസിൽ നമ്പർ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഉപയോഗിക്കാം. ഇനി ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഓൺ എ ലോ പ്രഷർ സിസ്റ്റം. ഇതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇത് തന്നെ PSക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ലോ പ്രഷർ ബ്ലോ പൈപ്പ് വിളിക്കുന്ന പേരെന്താണ്, ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്. ഓക്കെയാണ്, ഒരു സേഫ്റ്റി ഡിവൈസാണ്. അസറ്റ്ലിൻ ജനറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മൾ കണ്ടു. അതായത് ദി ഓക്സിജൻ ഡ്രോ ദി ലോ പ്രഷർ അസറ്റ്ലിൻ. അതായത് ഓക്സിജൻ എന്ത് ചെയ്തു, നിങ്ങളിപ്പോൾ സ്പ്രേ പെയിൻറ്റ് എടുക്കണോ, അതായത് ഇങ്ങനെ എന്തുണ്ടാവും, ഇങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്യും, നല്ല പ്രഷറിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യില്ലേ. അപ്പോൾ അസറ്റ്ലിൻ ജനറേറ്ററിന് എന്ത് ചെയ്യും, അസറ്റ്ലിൻ ഇങ്ങനെ കയറി വരും. അതാണ് അതിൻ്റെ വാക്യൂം കേട്ടോ. ദിസ് ഓക്സിജൻ ഡ്രോ ദി ലോ പ്രഷർ അസറ്റ്ലിൻ ഫ്രം അസറ്റ്ലിൻ ജനറേറ്റർ ഇൻ ടു എ മിക്സിംഗ് ചാമ്പർ ആൻഡ് എന്ത് ചെയ്യും, ജസ്റ്റ് മിക്സ് ആവും. അതോളെ ഇഞ്ചക്ടർ ആൾസോ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ബാക്ക് ഫയറിങ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, വീണ്ടും പറയുന്നതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദി ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് സിമിലിയർ ടു ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ്. രണ്ടും സിമിലിയർ ആണ്, പക്ഷേ ഇവിടെ ഒരു എക്സെപ്റ്റ് ഉണ്ട്, വായിക്കണേ. ഈക്വൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, എക്സെപ്റ്റ് ദാറ്റ് ഇൻസൈഡ് ഇറ്റ്സ് ബോഡി ആൻഡ് ഇഞ്ചക്ടർ. ഓക്കെയാണോ. എത്ര തവണയാണ് പറയുന്നത് ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. നേരെ ഹോൾ ഉണ്ടാവും. ഇഞ്ചക്ടറിൻ്റെ കേസ് മാത്രം പഠിക്കുള്ളൂ, ഡീപ്പായിട്ട് പോകണ്ട. ഇനി ദിസ് ഈസ് സിൻസ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ഇഞ്ചക്ടർ സൈസ് ഫോർ ഓരോ ഇഞ്ചക്ടറിനും എന്ത് ചെയ്യണം, ഓരോ നോസിൽ വേണം. അപ്പോൾ നോസിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒറ്റ ടൈമിൽ മാറ്റാൻ പറ്റില്ല. ഓക്കെയാണോ. ഇനി ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് മോർ എക്സ്പെൻസീവ്, കാരണം അതിൽ ഇഞ്ചക്ടർ കണ്ടില്ലേ, ദാൻ ദി ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ ഹൈ പ്രഷർ സിസ്റ്റം. അപ്പോൾ ഈ കള്ളിയിലുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ലോ പ്രഷർ സിസ്റ്റത്തിൻ്റെ ചിത്രം. ഓക്കെയാണോ. ഓക്സിജൻ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, അസറ്റിലും കയറി വരിക ചെയ്യുക. അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ടിപ്പ് ക്ലീനർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് നിലത്തേക്ക് വീണാലൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഇതൊക്കെ ഡാമേജ് ആവും. ഓക്കെയാണോ. അപ്പോൾ നെവർ ബി ഡ്രോപ്പ്ഡ്, നമ്മൾ നിലത്തേക്ക് ഇടാനൊന്നും പറ്റത്തില്ല. ദി നോസിൽ സീറ്റ് ആൻഡ് ത്രെഡ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഫ്രീ ഫ്രം ഫോറിൻ മാറ്റേഴ്സ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എനി സ്ക്രാച്ച് ഓൺ ദി ഫിറ്റിംഗ് സർഫസ് ടൈറ്റൻ ഡൗൺ അസംബ്ലി. കാരണം ചെറിയ ലീക്കൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സീറ്റൊക്കെ അടിപൊളിയായിരിക്കണം. മാത്രമല്ല ദി നോസിൽ ഓറിഫൈസ് ഷുഡ് നോട്ട് ബി ക്ലീൻഡ് വിത്ത് ഡിപ്പ് ക്ലീനർ സ്പെഷ്യലി ഡിസൈൻഡ്. അതായത് ഈ ഡിപ്പ് ക്ലീനർ വെച്ച് മാത്രം എന്ത് ചെയ്യണം കേട്ടോ, ഓൺലി ബി ക്ലീൻഡ് വിത്ത് ഡിപ്പ് ക്ലീനർ. അതായത് അതിൻ്റെ സൈസിലുള്ള ഡിപ്പ് ക്ലീനർ കണ്ടോ, ഒരു അറ്റം എങ്ങനെ ഉണ്ട്, ഒരറ്റം കണ്ടോ, തുടക്കം എങ്ങനെയാണ്, ഇവിടെ എങ്ങനെ. ഓക്കെയാണോ. ഇതാണ് ആ ഡിപ്പ് ക്ലീനർ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻ്റർവെല്ലിനും ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് ദി നോസിൽ ടിപ്പ് ഷുഡ് ബി ഫയൽഡ് എന്നാണ്, ടു റിമൂവ് എനി ഡാമേജ് ടു ദി ടിപ്പ് ഡ്യൂ ടു എക്സസീവ് ഹീറ്റ് ഓഫ് ഫ്ലെയിം ആൻഡ് മോട്ടർ മെറ്റൽ. നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ഉപയോഗിച്ച് എന്തെങ്കിലും ക്ലീൻ ചെയ്യും കേട്ടോ. ഇനി എന്ത് ചെയ്യുക,
ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. ഇനി അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവൽ പുട്ട് ഓഫ് ദി ഫ്ലെയിം ആൻഡ് ഡിപ്പ് ദി ബ്ലോ പൈപ്പ് ഇൻ കോൾഡ് വാട്ടർ, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഈ ഒരു ടേബിൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ വെൽഡറിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ എന്തായാലും പഠിക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓരോന്നിൻ്റെ കളറും ആ ത്രെഡിൻ്റെ ഇതുമാണ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആർക്ക് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെയാണോ? ആർക്ക് വെൽഡിങ് പഠിക്കുമ്പോൾ PSC കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതാണ്. പെട്ടെന്ന് ചോദിക്കാറില്ല, പക്ഷേ ചോദിച്ചാൽ ഡീപ്പായിട്ട് ചോദിക്കാറുണ്ട്. ഇലക്ട്രോഡ് സൈസ് ഇഞ്ചിലാണ്. അതായത് 1 ഇഞ്ചിൻ്റെ 16, അതായത് ഈ ഒരു ചാർട്ട് പഠിക്കുക, അതിന് ഉപയോഗിക്കേണ്ട കറൻറ്റ് പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഇഞ്ച് തിക്നെസ് ഉള്ള പ്ലേറ്റിന് അത് ഉപയോഗിക്കാമെന്ന് പഠിക്കുക. ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ 1 ലിറ്റർ അസർലിൻ കത്താൻ എത്ര ലിറ്റർ ഓക്സിജൻ വേണമെന്നുള്ളത് ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അതെന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്ക് വെൽഡിങ്ങിന് ചെറിയൊരു കാര്യങ്ങളാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് പഠിക്കാണ്ട്, ബാക്ക് ഫയർ പഠിക്കാണ്ട്. അപ്പോൾ ഇനി ആർക്ക് വെൽഡിങ് പ്രോസസ്സ് രണ്ടിൻ്റെ സേഫ്റ്റിയിൽ നിന്ന് മിനിമം ഒരു 3 ചോദ്യം ചോദിക്കും കേട്ടോ. സേഫ്റ്റി നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വെൽഡിങ് പ്രോസസ്സ് നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ഹീറ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കറണ്ട് കാരണം ഉണ്ടാവുന്നത്. അതായത് ഹൈ ആംബിയർ ഉണ്ടാവും, ലോ വോൾട്ടേജ് ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം എന്തായിരിക്കും, 230 വോൾട്ടാണ് അല്ലേ, വോൾട്ടേജാണ് 230, കറണ്ട് കുറവായിരിക്കും അല്ലേ. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫീസ് എത്ര ആയിരിക്കും, 10 ആംബിയർ 16 ആംബിയർ ഫീസ് ആയിരിക്കും. പക്ഷേ നമ്മൾ വെൽഡിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് നേരെ കൺവേർട്ട് ചെയ്യും. ഈ വോൾട്ടേജിന് എന്ത് ചെയ്യും, നമ്മൾ കുറക്കും, കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെയധികം കൂട്ടും. ദിസ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദി ആർക്ക് വെൽഡിങ് മെഷീൻ വിച്ച് ഈസ് ദി പവർ സോഴ്സ്. അതിൽ നമ്മൾ ഈ എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കും, AC DC ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആർക്ക് വെൽഡിങ്ങിനാണ് ഉപയോഗിക്കും. ഇനി ഇതിനെ ഹൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, ലോ വോൾട്ടേജാക്കി മാറ്റും. അതുപോലെ തന്നെ ലോ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഹെവി കറണ്ടാക്കി മാറ്റും. നമുക്കറിയാം P = VI അല്ലേ, വോൾട്ടേജ് ഇൻറ്റു I ആണ്, കറണ്ടാണ് അല്ലേ, പവർ. അപ്പോൾ പവർ മാറാൻ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, P = VI cos φ എന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, VI എന്ന് എടുക്കാം, വോൾട്ടേജ് ഇൻറ്റു I കറണ്ട് അല്ലേ. അപ്പോൾ ഈ V കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കറണ്ട് കുറയും. ഇതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് 230 16 ആംബിയർ അങ്ങനത്തെ പരിപാടി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, വെൽഡിങ്ങിന് നേരെ തിരിച്ച് ചെയ്യും. അതായത് വോൾട്ടേജിന് എന്ത് ചെയ്യും, വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, കുറക്കും, കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ ആണോ? കറണ്ട് നമ്മൾ കൂട്ടും. ഇനി കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റ് റിക്വയർഡ് സപ്ലൈ ഓഫ് കറണ്ട് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്. ടൈപ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് AC, വലിയ ട്രാൻസ്ഫോമർ സെറ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ ചെറിയ കുഞ്ഞ മെഷീനിലെ ചെറിയ മെഷീൻ അല്ലേ, റെക്ടിഫയർ സെറ്റ് അല്ലെങ്കിൽ DC വെൽഡിങ് മെഷീൻ എന്ന് പറയും. റെക്ടിഫയർ സെറ്റ് എന്നും പറയും, അല്ലെങ്കിൽ DC വെൽഡിങ് മെഷീൻ എന്നും പറയും കേട്ടോ. നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഇതിൽ ആർക്ക് വെൽഡിങ് മെഷീനാണ്. ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ട്, ജോബ് ഉണ്ട്. ഒരു ഭാഗം എന്ത് ചെയ്യും, ഒരു ടെർമിനൽ കൊടുക്കും, മറ്റേ എന്ത് ചെയ്യും, മറ്റേ ടെർമിനൽ കൊടുക്കും. അത് AC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ ആണോ? പക്ഷേ DC ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ടാവും, നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടാവും. എങ്കിൽ ആർക്ക് വെൽഡിങ് നമുക്ക് എന്ത് ചെയ്യാം, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടോ, ഒന്ന് DC മെഷീൻസ്, മോട്ടോർ ജനറേറ്റർ സെറ്റ്, എൻജിൻ ജനറേറ്റർ സെറ്റ്, റെക്ടിഫയർ സെറ്റ്. റെക്ടിഫയർ സെറ്റാണ് നമ്മളിപ്പോൾ സർവ്വസാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന റെക്ടിഫയർ സെറ്റ്. ചെറിയൊരു പെട്ടിക്കൂട്ടിലെ ഫുള്ളി ഇലക്ട്രോണിക് ആയിരിക്കും. ഡയോഡ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, AC കറണ്ടിന് പ്ലഗ് നിർത്തുന്ന AC കറണ്ട് DC ആക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് PSC ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം എവിടെയാണ് എൻജിൻ ജനറേറ്റർ സെറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. അതായത് വല്ല കുന്നിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യില്ല, വൈദ്യുതി അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡീസൽ എൻജിൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറേറ്റർ ആക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, വെൽഡ് ചെയ്യും. AC മെഷീൻ എന്താണ്, അത് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും, 50 മുതൽ 60 തവണ എന്ത് ചെയ്യും, ദിശ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഒഴുകും, ഇങ്ങോട്ടും ഒഴുകും. കണ്ടോ, മനസ്സിലായോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകും. അതാണ് ഹേർട്സ് ഫ്രീക്വൻസി. 50 to 60 സൈക്കിൾ പെർ സെക്കൻഡാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി കേട്ടോ. ഇനി DC മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് DC കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടും ഒരേ ഡയറക്ഷനിലേക്കാണ്, കോൺസ്റ്റൻ്റ്ലി എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, ഒരേ ഡയറക്ഷനിലേക്കാണ് ഒഴുകുക. കണ്ടോ, കറണ്ട് നോക്കിക്കോട്ടോ, കറണ്ട് ഫ്ലോ ഇൻ ദി ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് എന്നാണ് എന്ത് ചെയ്യുക, കറണ്ട് പോസിറ്റീവ് ഒഴുകുക. ഓക്കെ ആണോ? ഇനി AC വെൽഡിങ് ട്രാൻസ്ഫോമർ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. വിച്ച് കൺവേർട്സ് AC മെയിൻ സപ്ലൈ ഇൻ ടു ആൻഡ് AC വെൽഡിങ് സപ്ലൈ. രണ്ടും കൊടുക്കണ എന്താണ്, AC ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ പ്ലഗിലുള്ള AC എന്താണ്, വോൾട്ടേജ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് ആവശ്യമുള്ള ഹൈ ആംബിയർ ആക്കും. ദി AC മെയിൻ സപ്ലൈ ഹാസ് ഹൈ വോൾട്ടേജ്, ലോ ആംബിയർ. 230 വോൾട്ട് അല്ലേ,
പക്ഷേ നമുക്ക് വേണ്ട എന്താ, എ സി വെൽഡിംഗ് സപ്ലൈ ഹാസ് ഹൈ ആംബിയർ, കറണ്ടാണ് കൂടുതൽ വേണ്ടത്. ലോ വോൾട്ടേജ് കുറക്കണം. നമ്മൾ പറഞ്ഞ പി = VI എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, സ്റ്റെപ്പ് ഡൗൺ ആണല്ലേ. നമുക്ക് വോൾട്ടേജ് കുറയ്ക്കുക വേണ്ടത്. വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കും. നമ്മൾ വിതരണ ശൃംഖലയിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ, സ്റ്റെപ്പ് ഡൗൺ ആണ്, വോൾട്ടേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് റെഡ്യൂസസ് ദി മെയിൻ സപ്ലൈ വോൾട്ടേജ്. ഇതായി ഒന്ന് 3 സിംഗിൾ ഫേസ് ആണെങ്കിൽ 220, 3 ഫേസ് ആണെങ്കിൽ 440 വോൾട്ട്. ടു ദി വെൽഡിംഗ് സപ്ലൈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ 40 മുതൽ 100 വോൾട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 40 to 100 വോൾട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വാല്യൂ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. 3 ഫേസ് ആകുമ്പോൾ 440 വോൾട്ട് വരും. ഇറ്റ് ഇൻക്രീസസ് ദി മെയിൻ സപ്ലൈ ലോ കറൻറ്റ് ടു ദി റിക്വയേർഡ് വെൽഡിംഗ് കറൻറ്റ്. അതായത് എന്ത് ചെയ്യും, നല്ല കറൻറ്റ് എന്ത് ചെയ്യും, നല്ലോണം കൂട്ടും. 100 or 1000 ആംബിയർ വരെ നമുക്ക് എന്ത് ചെയ്യുക, കറൻറ്റ് കൂട്ടാം. ദി എ സി വെൽഡിംഗ് മെഷീൻ കനോട്ട് ബി ഓപ്പറേറ്റ് വിത്തൗട്ട് ദി എ സി മെയിൻ സപ്ലൈ. നമുക്കറിയാം അല്ലേ, എ സി സപ്ലൈ ഇല്ലാതെ പറ്റി നമുക്ക് എന്ത് ചെയ്യില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിൻ്റെ ഗുണങ്ങൾ, ഇനീഷ്യൽ കോസ്റ്റ് എന്താണ്, കമ്മിയാണ് ഇല്ലേ. ജസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ മാത്രം മതി. മെയിൻ്റനൻസ് കോസ്റ്റും കമ്മിയാണ്. പിന്നെ ഫ്രീഡം ഫ്രം ആർക്ക് ബ്ലോ. PSC പോയിൻ്റ് ഓഫ് വ്യൂ ഈ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ആ ഫിനോമിയൻ എന്തില്ല, അവിടെ ഉണ്ടാവില്ല. ആർക്ക് ബ്ലോ കണ്ടോ, മാഗ്നറ്റിക് ഇഫക്റ്റ് വിച്ച് ഡിസ്റ്റർബ് ദി ആർക്ക് ഈസ് കാൾഡ് ആർക്ക് ബ്ലോ. നമ്മൾ ആ വെൽഡ് ചെയ്യുമ്പോൾ ഒരു ആർക്ക് ഉണ്ടാവില്ലേ, കാന്തികവല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നല്ല ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ AC സെറ്റിൽ എന്ത് ചെയ്യില്ല, ഈ ആർക്ക് ബ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിക്കാൻ നല്ലപോലെ നല്ല ചാൻസ് ഉണ്ട്. ഒരു 99.9% ചാൻസ് ഉണ്ട് ഈ 2 പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കേട്ടോ. ഫ്രീഡം ഫ്രം ആർക്ക് ബ്ലോ, അതുപോലെ തന്നെ എന്താണ് ആർക്ക് ബ്ലോ എന്നുള്ളത് എന്താണ്, AC കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദോഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. നോട്ട് സൂട്ടബിൾ ഫോർ ദി നോൺ ഫെറസ് മെറ്റൽസ് ഇല്ലേ, നമുക്ക് ചെറിയ മെറ്റൽ, കനം കുറഞ്ഞ മെറ്റൽ കണ്ടോ, ലൈറ്റ് കോട്ടാണ്, സ്പെഷ്യൽ ഇലക്ട്രോഡ്സ്, ഇതിനൊന്നും എന്തില്ല, സൂട്ടബിൾ ആകാൻ പറ്റില്ല. ദി AC കനോട്ട് ബി യൂസ്ഡ് വിത്തൗട്ട് സ്പെഷ്യൽ സേഫ്റ്റി. നല്ല സേഫ്റ്റി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ. ഇതിൽ വൈൻഡിങ്ങിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിന് കട്ടി കൂടുതൽ കമ്മി എന്നൊക്കെ പറയേണ്ടി വരും. അതൊന്നും PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. DC മെഷീൻ നോക്കാം കേട്ടോ. DC ജനറേറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർക്ക് വെൽഡിങ്ങിനാണ് ഉപയോഗിക്കുക. ഈ ജനറേറ്റർ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ബ്രഷ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് സ്പ്ലിറ്റിംഗ് കമ്മ്യൂട്ടറേറ്റർ ബ്രഷ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് സ്പ്ലിറ്റ് ആണോ അല്ലെങ്കിൽ സ്ലിപ്പാണോ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, AC DC ഉണ്ടാവും. മെയിൻ സപ്ലൈ ഈസ് എ മസ്റ്റ് ടു റൺ ദി മെഷീൻ. ഈ മെഷീൻ റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്തായാലും മെയിൻ സപ്ലൈ വേണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി എൻജിൻ ജനറേറ്റർ സെറ്റാണ് എന്ത് PSC ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെവിടെ ഉപയോഗിക്കാമെന്ന് മാത്രം കേട്ടോ. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജ് എന്താണ് കൂടുതലാണ്, കാരണം പെട്രോളും ഡീസലൊക്കെ വേണം. പിന്നെ കണ്ടോ, എവേ ഫ്രം ഇലക്ട്രിക് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. ഇനി റെക്ടിഫയർ സെറ്റ് എന്താ, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, AC DC ആക്കി കൺവേർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ്, കണ്ടില്ലേ. ഇനി ഈ റെക്ടിഫയർ സെറ്റ് പറഞ്ഞാൽ എന്താ, ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ തന്നെയാണ്. എന്ത് ചെയ്യും, AC DC ആക്കി കൺവേർട്ട് ചെയ്യുക. ഒരു റെക്ടിഫയർ ഡയോഡ് വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. 4 ഡയോഡ് ഉണ്ടാകും. ഫുൾ വേവ് ബ്രിഡ്ജ്, സെൻറ്റർ ട്രാപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെറ്റിൽ ഉപയോഗിക്കുക. ഇനി അതിൻ്റെ ഗുണം നോക്കിക്കോളൂ കേട്ടോ. സൂട്ടബിൾ ഫോർ വെൽഡിങ് ഓൾ നോൺ ഫെറസ് മെറ്റൽ. കണ്ടോ, എല്ലാ ടൈപ്പ് ഇലക്ട്രോഡ്സും നമുക്ക് എന്ത് ചെയ്യും, കത്തിച്ച് കളയാം അല്ലേ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ ചെറിയ കുഞ്ഞ മെഷീനിൽ വരെ എന്ത് ചെയ്യാം, ഏത് ഇലക്ട്രോൺ കത്തിച്ച് കളയാൻ നമുക്ക് കാണാം. ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ ദി ഇലക്ട്രോഡ് ആൻഡ് ജോബ്. കാരണം ഈ പൊളാരിറ്റി ഉള്ളത് കാരണം, ഈ പൊളാരിറ്റി ഇതാണ് ചോദ്യം ചോദിക്കട്ടെ, എന്ത് കാരണമാണ് DC റെക്ടിഫയർ സെറ്റിൽ ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊളാരിറ്റി, അതിൻ്റെ പ്ലസും മൈനസും ഉള്ള കാരണം കേട്ടോ. ആ വെൽഡിംഗ് കറന്റ് എന്ത് ചെയ്യും, ഒരേപോലെ കൊടുക്കുക. ഓക്കെ ആണോ. ഇനി എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ട്. പിന്നെന്താണ് ഈ ആർക്ക് ബ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ആണ് ആർക്ക് ബ്ലോ കേട്ടോ. DC കൂടുതൽ. ഇനി പൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യുക, DC മെഷീൻ നമുക്ക് എന്ത് ചെയ്യുക, പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിന് 2 പേര് വിളിക്കണം അല്ലേ. ഒന്ന് പോസിറ്റീവ് പൊളാരിറ്റി എന്ന് വിളിക്കും, അതുപോലെ തന്നെ സ്ട്രൈറ്റ് റിവേഴ്സ് എന്നൊക്കെ ഉണ്ട്. ആ പേരുകളിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം പൊളാരിറ്റി ഇൻ DC പവർ സോഴ്സ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോ. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് കരുതിയില്ല കേട്ടോ. ഇതിൽ പൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യും, DC മാത്രമേ ഉണ്ടാവുള്ളൂ. AC എന്ത് ചെയ്യും, അങ്ങോട്ടുള്ള ഡയറക്ഷൻ മാറി. പൊളാരിറ്റി മേ ബി സ്ട്രെയിറ്റ് ഓർ റിവേഴ്സ്, 2 തരത്തിലുള്ളത്, സ്ട്രെയിറ്റ് ഓർ റിവേഴ്സ്. പക്ഷേ 4 ഉണ്ട്, 2 തരത്തിലുള്ള 4 ഉണ്ട്. അതായത് 4 വ്യത്യസ്ത പേരുകളുണ്ട്. അതാണ് നമുക്ക് ഡൗട്ട് വരിക. അതിൽ ഒന്നാമത്തെ റിവേഴ്സ് പൊളാരിറ്റി, അതായത് ഇതാണ് ചിത്രം കണ്ടോ. വെൻ ദി ഇലക്ട്രോഡ് കേബിൾ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ടെർമിനൽ കണ്ടോ, ഇലക്ട്രോഡ് ഈ
വെൽഡിങ് ഇലക്ട്രോഡ് വെക്കുന്ന ആ ഹോൾഡർ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് കൊടുത്തു. നമ്മൾ സാധാ ഐബെല്ലിൻ്റെ ഒക്കെ മെഷീനിൽ കാണുന്ന മാതിരി. ഇറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് പൊളാരിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് പൊളാരിറ്റി. പക്ഷേ എന്താ പ്രശ്നം, ഇവിടെ ഒരു പേര് അവർ തന്നിട്ടുണ്ട്, റിവേഴ്സ് പൊളാരിറ്റി. കണ്ടോ, പോസിറ്റീവ് പൊളാരിറ്റി, പോസിറ്റീവും റിവേഴ്സും, അതായത് പോസിറ്റീവും റിവേഴ്സും. എന്തുകൊണ്ട് അതിനെ റിവേഴ്സ് വിളിക്കുന്നത്? കാരണം കറണ്ട് കണ്ടോ, കറണ്ട് ഒഴുകണത് എവിടുന്ന, നെഗറ്റീവ് ടു പോസിറ്റീവ്, അതുകൊണ്ട് അതിനെ റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൗട്ടൊന്നും വേണ്ട, പോസിറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി എന്ന് വിളിക്കും. എന്താണ് സ്ട്രെയിറ്റ് പൊളാരിറ്റി? വേണ്ട ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റായിട്ട് പഠിക്കും. എന്ത് ചെയ്യും, ഇലക്ട്രോഡ് കേബിൾ എന്ത് ചെയ്യും, നെഗറ്റീവ് കൊടുക്കും. അതിനെന്ത് വിളിക്കുക നമ്മൾ, നെഗറ്റീവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ത് ചെയ്യുക, ഇതിലൊന്ന് മാത്രം പഠിക്കുക. സ്ട്രെയിറ്റ് പൊളാരിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇലക്ട്രോഡ് എന്ത് ചെയ്യും, നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനൊന്ന് നമുക്ക് എന്ത് വിളിക്കുക, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വിളിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, നിങ്ങൾക്ക് അങ്ങോട്ടും മാറത്തില്ല. ഓക്കെയാണോ? ഇനി എ സിക്ക് എന്തില്ല, എ സിക്ക് എന്തില്ല, ഒരു പൊളാരിറ്റി ഇല്ല. ഇത് ടോട്ടൽ ഹീറ്റ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദി ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ DC ആർക്ക് കൺസിസ്റ്റ് ഓഫ് 2/3 ഹീറ്റ് ഫ്രം പോസിറ്റീവ്. അത് 66% എവിടെ ഉണ്ടാവുക, പോസിറ്റീവ് ടെർമിനലാണ് ഉണ്ടാവുക. 33% എന്താണ്, നെഗറ്റീവ് ടെർമിനലാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ആർക്ക് ലെങ്ത്ത് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് ആർക്ക് ഉണ്ടാവില്ലേ. ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ജോബ് സർഫസ്. കണ്ടോ, ഈ ടിപ്പ് കണ്ടോ, ഇവിടുന്ന് തൊട്ടിട്ട് ഇത് ഈ ജോബിൻ്റെ സർഫസ് ഉണ്ടല്ലോ, ഇതുവരെയുള്ള ലെങ്ത്ത് വിളിക്കണം വേണ്ടത് ആർക്ക് ലെങ്ത്ത്. 3 ഉണ്ട്, നോർമൽ ഉണ്ട്, ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. അതിൽ നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി കോർ. അത്രയും ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് നോർമൽ എന്ന് വിളിക്കുക. ഇനി ലോങ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലോങ് ആണെങ്കിൽ ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി, ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, മോർ ദാൻ ഡയമീറ്റർ ഓഫ് ദി കോർ. നോർമലിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് വിളിക്കും, ലോങ് എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ. ഇനി ഷോർട്ട് എന്താണ് ഇസ് ലെസ് ദാൻ നോർമൽ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഡയമീറ്ററിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡയമീറ്ററിനെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നോർമലിനെക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് എന്ന് വിളിക്കും. സിമ്പിളാണ്, വലിയ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ആർക്ക് ലെങ്ത്തിൻ്റെ ഇഫക്റ്റ്. എ ലോങ് ആർക്ക് മേക്ക് എ ഹമ്മിങ് സൗണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ദി ആർക്ക് ഈസ് അൺസ്റ്റേബിൾ. ലോങ് ആട്ടോ കോസസ് ഓക്സിഡേഷൻ ഓഫ് ദി വെൽഡിങ് മെറ്റൽ, ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ. ഇതൊന്നും വല്ലാണ്ട് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് മെറ്റൽ പെനട്രേറ്റ് ചെയ്ത് പോവില്ല. പ്യുവർ കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ സ്പാറ്റേഴ്സ് ഒരുപാടുണ്ടാവും. ഇലക്ട്രോഡ് എന്താണ്, വേസ്റ്റ് ആയി പോകും. സ്പാറ്റേഴ്സ് പറഞ്ഞാൽ പൊട്ടി തെറിക്കുക അല്ലേ, വേസ്റ്റ് ആയി പോകും. പക്ഷേ ഷോർട്ട് ആണെങ്കിൽ എന്താണ്, ഇത് പോപ്പിംഗ് സൗണ്ട് ഉണ്ടാവുക, പിരി എന്നുള്ള. ദി ഇലക്ട്രോഡ് ടു മെൽറ്റ് സ്ലോലി ആൻഡ് ട്രൈ ടു ഫ്രീസ് ദി ജോബ്. ഹയർ മെറ്റൽ ഡെപ്പോസിറ്റ് വിത്ത് നാരോ വിടുത്ത്, ലെസ് സ്പാറ്റേഴ്സ് കമ്മിയായിരിക്കും. ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ലെസ്. ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് ആട്ടോ. ഇനി ആർക്ക് വെൽഡിങ്ങിലെ ഫാൾസ് നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത് പഠിക്കുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് സേഫ്റ്റി ഒന്ന് കാര്യങ്ങൾ നോക്കി നോക്കാം കേട്ടോ. സേഫ്റ്റി, ബേൺസും ഫയറൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വെൽഡിങ് പ്രോസസ് നമുക്ക് എന്ത് വിളിക്കാം, ഹോട്ട് വർക്ക് പ്രോസസ് എന്ന് വിളിക്കാം. എന്താണ്, ഹോട്ട് വർക്ക് പ്രോസസ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ എന്താ ഉപയോഗിക്കുക, ഹെവി ലെതർ ഗ്ലൗസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ലോങ് സ്ലീവ് ജാക്കറ്റ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഹീറ്റും ഫ്ലെയിമൊക്കെ ഉണ്ടാവും. നമുക്ക് അഫക്റ്റ് ആവും. പിന്നെ ഈ എന്താണ് ഫ്ലാഷ് ബേൺ അല്ലെങ്കിൽ ആർക്കൈ, ഇത് രണ്ടും ചോദിക്കണം. ആർക്കൈ, ഫ്ലാഷ് ബേൺ പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് ലൈറ്റ് കോസസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി കോർണിയ ആൻഡ് ക്യാൻ ബേൺ ദി റെറ്റിനാസ് ഓഫ് ദി ഐ. നമ്മൾ കോർണിയ അല്ലെങ്കിൽ റെറ്റിനൊക്കെ എന്ത് ചെയ്യും, ഈ UV ലൈറ്റ് ഇതൊന്നും ഉണ്ടാവുന്ന, ഈ ആർക്കിൽ നിന്ന് ഉണ്ടാവുന്ന UV ലൈറ്റ് അഫക്റ്റ് ചെയ്തിട്ട് സ്വെല്ലിങ്ങിന് കാരണമാണ്, ഇൻഫ്ലമേഷന് കാരണമാണ്, അല്ലെങ്കിൽ വീർക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് കാരണമാണ് വിളിക്കുന്ന പേരാണ് ആർക്ക് ഐ അല്ലെങ്കിൽ ഫ്ലാഷ് ബേൺ. ഗോഗിൾസ് ആൻഡ് വെൽഡിങ് ഹെൽമെറ്റ് വിത്ത് ഡാർക്ക് UV ഫിൽ. ഇതൊന്നും പോലെ എന്ത് വേണം, നല്ല ഡാർക്ക് UV ഫിൽറ്ററിങ് വേണം. എന്നാൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണിൻ്റെ മുകളിൽ നനഞ്ഞ തുണി നിർത്തുക, അല്ലെങ്കിൽ നനവുള്ള പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വെക്കുക കേട്ടോ. ഇനി നമ്മൾ ബൈസാൻഡേഴ്സ്, നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ റൂമിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള വെൽഡിങ് കർട്ടൻ വേണം. ട്രാൻസ്പാരൻ്റ് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തിവിടും, ട്രാൻസ്ലൂസൻ്റ് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തിവിടത്തില്ല. ഇനി ഇതെന്താണ്, കർട്ടൻ എന്ത് തീ പിടിക്കാൻ പറ്റില്ല, തുണി കൊണ്ട് പറ്റുമോ, തുണി കൊണ്ടൊന്നും പറ്റില്ല, അതാണ് തീ പിടിക്കൂലേ. പോളി വിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക്, എന്താണ് PVCയുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് അല്ലെങ്കിൽ മറയാണ് അവിടെ വേണ്ടത്, കർട്ടനാണ് അവിടെ വേണ്ടത്. ഇനി പക്ഷെ ഇതെന്ത് ചെയ്യണം, ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, കനോട്ട് റീപ്ലേസ് ദി ഫിൽട്ടർ ഗ്യാസ് യൂസ്. ഹെൽമെറ്റിലുള്ള ഡാർക്ക് UV ഗ്ലാസിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ PVC എന്ത് ചെയ്യില്ല,
മറക്കൂല. ഇപ്പോൾ നിങ്ങൾക്കൊരു മരം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, മുകളിൽ കൂടെ ഒക്കെ ലൈറ്റ് അടിക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ. ഇനി ഈ ഫ്യൂംസും ഗ്യാസും സച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എന്തുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലങ്സ്, ലിവർ, കിഡ്നി, സെൻട്രൽ ഇവരൊക്കെ എന്ത് ചെയ്യും, ബാധിക്കും. ഏതാ ഗ്യാസുകൾ നോക്കുക കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോണ്, ഹെവി മെറ്റൽസിൻ്റെ ഫ്യൂംസ്, പുക, മെറ്റൽസിൻ്റെ പുക ഇതൊക്കെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കി നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്ത് ചെയ്യുക, ഫയർ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പരിപാടി എന്ത് ചെയ്യേണ്ട അവിടെ ഉണ്ടാകാൻ പറ്റത്തില്ല. ഫയർ പ്രൂഫ് ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യണമൊക്കെ. പിന്നെ എല്ലാ കത്തണ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെ വാം ദോസ്, അതായത് ബിഫോർ വെൽഡിങ് ഓർ കട്ടിങ്, വാം ദോസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി വർ നോട്ട് പ്രൊട്ടക്റ്റഡ് ടു വിയർ, അതായത് വാണാട്ടോ, വാണാണ്. നോക്കി നിൽക്കുന്ന ആൾക്കാരോട് പറയണം നിങ്ങളെ കണ്ണ് നിങ്ങളതിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവരോട് മാറി നിൽക്കാൻ പറയണം. ഇനി ഏതെങ്കിലും അസംബിൾഡ് പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒഴിവാക്കുക തന്നെ വേണം, റിമൂവ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെ ഡാമേജ് ആക്കും. ഇനി ഈ ഇലക്ട്രോഡ് സ്റ്റെപ്പും സ്റ്റീൽ സ്ക്രാപ്പൊന്നും ഇത് അങ്ങനെ ഇടരുത്. ആരെങ്കിലും നടന്നു പോകുമ്പോൾ കാലിനൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ആക്സിഡൻറ്റ് എന്ത് ചെയ്യുക ഒക്കെ ആകും. ഇനി എക്സ്റ്റിങ്ഷർ, ഫയർ എക്സ്റ്റിങ്ഷർ എന്ത് ചെയ്യണം, അടുത്ത് തന്നെ കൊടുന്ന് വെക്കണം. ഇനി മാർക്ക് ആൾ ഹോട്ട് മെറ്റൽ ആഫ്റ്റർ, അതായത് എല്ലാം എന്ത് ചെയ്യണം, സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യണം. ഇനി ജനറൽ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി എന്തായാലും നോക്കണം കേട്ടോ. ഇഗ്നോറൻസ് ഓഫ് റൂൾസ് ഇസ് നോ എക്സ്ക്യൂസ് എന്നാണ്. ജനറൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഓയിലോ ഗ്രീസോ ലൂബ്രിക്കൻ്റോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഭാഗത്തും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ കത്തി പിടിക്കുന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വെൽഡിങ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെ മാറ്റി വെക്കണം. മാത്രമല്ല ഫിൽട്ടർ ലെൻസുള്ള ഗോഗിൾസ്, കണ്ണട വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കണം. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ആസ്ബറ്റോസ് ഗ്ലൗസ് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹെവി ലെതർ ഗ്ലൗസ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താ, ആസ്ബറ്റോസ് ഗ്ലൗസ് ആണ്. സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുള്ളത് തിക്ക് ലെതറിൻ്റെ ഗ്ലൗസാണ്, പക്ഷേ ആസ്ബറ്റോസ് ഗ്ലൗസ് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആപ്പോൺ വേണം. ഇനി നൈലോണ്, ഗ്രീസി, ടോൺ ക്ലോത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ലീക്കേജ് നോട്ടീസ് ചെയ്യാൻ എന്ത് ചെയ്യണം, റെക്ടിഫൈ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ടു അവോയ്ഡ് ഫയർ ആക്സിഡൻറ്റ്. നെക്സ്റ്റ് ആൾവേസ് കീപ് ഫയർ എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി വർക്ക് ഏരിയ എന്ത് ചെയ്യണം, ഒരു വിധത്തിലുള്ള ഇപ്പോൾ ചെറിയൊരു സിഗരറ്റ് വലിക്കാൻ പാടില്ല, ചെറിയ കച്ചകളൊന്നും അവിടെ ഇട്ട് കൂട്ടി കത്തിക്കാൻ പാടില്ല, എല്ലാം എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇനി ഗ്യാസ് വെൽഡിങ്ങിനുള്ളത് കേട്ടോ. ഗ്യാസ് വെൽഡിങ്ങിൽ സേഫ്റ്റി ഫോർ സിലിണ്ടേഴ്സുള്ള സേഫ്റ്റി ഒരു മാർക്കിന് ചോദിക്കാം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റോൾ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ട്രോളി ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരെന്ത് ചെയ്യാൻ റോളേഴ്സായി ഉപയോഗിക്കാൻ പറ്റില്ല, ട്രോളി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതാ ട്രോളി ഇത് അവിടെ ഉണ്ട്. ഇനി ക്ലോസ് ദി സിലിണ്ടർ വാൾവ്സ് വെൻ നോട്ട് ഇൻ യൂസ് ഓർ എം ടി ആയാലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ വാൽവ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് വെക്കുക തന്നെ വേണം. കീപ് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ് സെപ്പറേറ്റ്ലി, രണ്ടും സെപ്പറേറ്റായി വെക്കണം. മുഴുവനുള്ള സിലിണ്ടറും കാലിയ സിലിണ്ടറും സെപ്പറേറ്റ് ആക്കി വെക്കണം. ആൾവേസ് ഓപ്പൺ ദി സിലിണ്ടർ വാൽവ് സ്ലോലി, നോട്ട് മോർ ദാൻ 1 1/2 in a turn. ഒരു ടേണിൽ എന്ത് ചെയ്യണം, 1.5 തിരി, അത്ര ഉള്ളൂ മാക്സിമം. ഇനി കറക്റ്റ് സിലിണ്ടർ കീ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തേഞ്ഞാൽ അവിടെ ആകെ വൃത്തികേടാവും. ഡു നോട്ട് റിമൂവ് ദി സിലിണ്ടർ കീ ഫ്രം ദി സിലിണ്ടേഴ്സ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ സിലിണ്ടർ കീക്ക് വേണ്ടിയിട്ട് തപ്പേണ്ടി വരും, ഓടേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇതിവിടെ തന്നെ വെക്കണം. അത്തോളെ ഡു നോട്ട് എന്താ നമ്മൾ പറഞ്ഞപ്പോൾ. ഇനി ഇറ്റ് വിൽ ഹെൽപ്പ് ടു ക്ലോസ് ക്വിക്ക്ലി ഇൻ ദി കേസ് ഓഫ് എ ബാക്ക് ഫയർ ഓഫ് ഫ്ലാഷ് ബാക്ക്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്. ആൾവേസ് സിലിണ്ടർ ഇൻ ആൻ അപ്രൈറ്റ് പൊസിഷൻ. PSC ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ അപ്രൈറ്റ് പൊസിഷന്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. ആൾവേസ് ക്രാക്ക് ദ സിലിണ്ടേഴ്സ് വാൽ ടു ക്ലീൻ. ക്രാക്കിങ് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് തുറന്ന് ഓഫാക്കും, ഇതാക്കി വെക്കും. അപ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് പൊയ്ക്കോളും. അതാണ് ക്രാക്കിങ് കേട്ടോ. അത് എപ്പോഴും ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി റബ്ബർ ഹോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വലിക്കാനൊന്നും പാടില്ല, ഇങ്ങനെ വലിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, ഇൻസ്പെക്റ്റ് ചെയ്യണം, ഡാമേജുള്ള റീപ്ലേസ് ചെയ്യണം. പിന്നെ ഹോസ് പൈപ്പും ട്യൂബ്സൊന്നും
ഡു നോട്ട് യൂസ് ഓഡ് ബിറ്റ്സ് ഓഫ് ഹോസ് പൈപ്പ് ട്യൂബ്സ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, ഡു നോട്ട് റീപ്ലേസ് ദി ഹോസ് പൈപ്പ് ഫോർ അസറ്റ്ലീൻ വിത്ത് അസറ്റ്ലീൻ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം, ഓക്സിജന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലേ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞല്ലേ. പിന്നെ ഇതൊക്കെ കളർ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഗുലേറ്ററിൻ്റെ സേഫ്റ്റി കൂടി നമുക്ക് നോക്കാം. പ്രിവെൻറ്റ് ഹാമർ ബ്ലോ to the gas cylinders and ensures that water, dust and oil do not settle on the cylinders. Next, ഇതെന്താ ത്രെഡിൻ്റെ കണക്ഷൻ ആട്ടോ, വീണ്ടും റിപ്പീറ്റ് ആണ്. ഇനി ബ്ലോ പൈപ്പ് എന്ത് ചെയ്യണം, വെൻ എ ബ്ലോ പൈപ്പ് ഈസ് നോട്ട് യൂസ് പുട്ട് ഔട്ട് ദി ഫ്ലെയിം, ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ തീ കെടുത്തി വെക്കുക തന്നെ വേണം. എന്നിട്ട് സേഫ് പ്ലേസിൽ എന്ത് ചെയ്യണം, എടുത്ത് വെക്കണം. ഇതാണ് ബ്ലോ പൈപ്പ് കേട്ടോ. ചിലർ എന്ത് ചെയ്യും, ഗ്യാസ് വെൽഡിങ് ഇപ്പോൾ കോണി വെൽഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഒരു വെൽഡ് ചെയ്യുന്ന എന്ത് ചെയ്യും, ഗ്യാസ് വെൽഡ് ടോർച്ച് ഇങ്ങനെ കത്തിച്ച് വെക്കും. പിന്നെ അടുത്ത് എടുക്കുമ്പോൾ പിന്നെയും കത്തിക്കേണ്ടി എഴുതിയിട്ട്, പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. വെൻ ഫ്ലെയിം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കിക്കോളൂ. വെൻ ഫ്ലെയിം സ്നാപ്സ് ഔട്ട് ആൻഡ് ബാക്ക് ഫയേഴ്സ്, എങ്ങാനും അവിടുന്ന് റിട്ടേൺ പോരുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക്ലി ഷട്ട് ദി ബോത്ത് ബ്ലോ പൈപ്സ് വാൽവ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓക്സിജൻ ഫസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓക്സിജൻ വാൽവ് പൂട്ടണം, എന്നിട്ട് അസറ്റ്ലീൻ പൂട്ടണം, എന്നിട്ട് വെള്ളത്തിൽ മുക്കണം. ഏത് കേസിൽ, ബാക്ക് ഫയറിൻ്റെ കേസിൽ. ഇനി ഓഫ് ചെയ്യുമ്പോൾ വൈൽ ഇഗ്നേറ്റിംഗ്, നമ്മൾ കത്തിക്കുമ്പോൾ പോയിൻ്റ് എന്ത് ചെയ്യണം, ഈ ബ്ലോ പൈപ്പിൻ്റെ നോസിൽ നമ്മളെ മേത്തേക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് വിട്ട് പിടിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഉപയോഗിക്കണം, ഓക്സിജൻ ഫസ്റ്റ് എപ്പോൾ, ബാക്ക് ഫയറിൻ്റെ കേസിൽ കേട്ടോ. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ എക്സ്റ്റിങ്വിഷ് ദി ഫ്ലെയിം, നമ്മൾ തീ നിർത്തുമ്പോൾ ഷട്ട് ഓഫ് ദി അസറ്റ്ലീൻ വാൽവ് ഫസ്റ്റ് ആൻഡ് ദെൻ ഓക്സിജൻ വാൽവ് ടു അവോയ്ഡ് ബാക്ക് ഫയർ. അപ്പോൾ രണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ഒരൊറ്റൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒറ്റൊന്ന് പഠിക്കുക. നെക്സ്റ്റ്, ആർക്ക് വെൽഡിങ്ങിൽ കേസിൽ കേട്ടോ. ആർക്ക് വെൽഡിങ്ങിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ സേഫ്റ്റി നോക്കണമെന്ന്. നെവർ സ്റ്റാൻഡ് ഓൺ എ ഡാമ്പ്, കറണ്ട് അല്ലേ, നനവുള്ള ഭാഗത്ത് നിൽക്കാൻ പാടില്ല, സേഫ്റ്റി വെക്കുക. പിന്നെ സ്വിച്ച് ഓഫ് മെഷീൻ വെൻ നോട്ട് ഇൻ യൂസ്, ഓയിലും ഗ്രീസും ഉപയോഗിക്കാൻ പാടില്ല. യൂസ് ടോങ്സ് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പിടുത്തം ഉപയോഗിക്കണം. ഹോസ്റ്റ് ഭാഗങ്ങൾ നമുക്ക് എന്ത് പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഡു നോട്ട് ക്യാരി മാച്ചസ് ഓഫ് പെട്രോൾ ലൈറ്റേഴ്സ്, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ആർക്ക് വെൽഡിങ് ടൈമിൽ നമ്മളെ പോക്കറ്റിൽ വെക്കാൻ കൂടി പാടില്ല കേട്ടോ. ഇനി പോക്കറ്റിൽ വെക്കാൻ കൂടി പാടില്ലാണ്. പിന്നെ ഔട്ട്സൈഡ് ഡേയ്സിന് എന്ത് ചെയ്യുക, റേഡിയേഷൻ റിഫ്ലക്ഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വെൽഡിങ് ബൂത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻസൊക്കെ അവർക്ക് കൊടുക്കുക. മോയ്സ്ചർ ഉണ്ടാകാൻ പറ്റില്ല, ഫ്ലൈമബിൾ മെറ്റീരിയൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മളെന്തെങ്കിലും കറണ്ടിൻ്റെ കണക്ഷൻ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നേരാക്കണം. ഇതാണ് വെൽഡിങ് ബൂത്ത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇലക്ട്രോ സ്റ്റെപ്പൊന്നും നിലത്തിടാൻ പാടില്ല. എക്സോസ്റ്റ് ഫാനും ആണ് കേട്ടോ. എക്സോസ്റ്റ് ഫാനും ആണ്, കാരണം ആർക്ക് വെള്ളിയും പോസ്റ്റ് നല്ല സ്മോക്ക് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഒരുപാട് കണ്ണി കണ്ട കാർബൺ ഡയോക്സൈഡ്, ഓസോൺ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് ലങ്സിനും കിഡ്നിക്കൊക്കെ കേടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കണം. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ്ലി പ്രോപ്പർ പ്ലേസിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മെഷീനിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇത് കേബിളൊക്കെ അയച്ച് മാറ്റണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി സേഫ്റ്റി എക്യുപ്മെൻറ്റ് നമ്മൾ ലെതർ ആപ്പുകൾ ഉപയോഗിക്കും, ലെതർ ഗ്ലൗസ് ഉപയോഗിക്കും. പക്ഷേ ആസ്ബറ്റോസ് ഗ്ലൗസ് നമ്മൾ ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് കൺഫേം ആക്കും കൂടി ചെയ്യുക. ആരെങ്കിലും ഒരാൾ കമൻ്റ് അടിക്കും കൂടി ചെയ്യുക കേട്ടോ. ഞാൻ നെറ്റിൽ നോക്കിയിട്ടുണ്ട്, ആസ്പെറ്റോ ഗ്ലൗസും ലെതർ ആപ്പോണും നല്ലതാണ്. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാവും. പിന്നെ ഇങ്ങനത്തെ ഷൂ ഒക്കെ ഇതൊക്കെ കോമൺ സേഫ്റ്റിയാണ്, നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഇതിന്ന് നമുക്ക് ഒരു ചാൻസ് ചോദിക്കാം. നമ്മൾ ആർക്ക് വെൽഡിങ് കറണ്ടിൽ എന്ത് ചെയ്യും, 100 ആംപിയർ വരെയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 8 to 9 ഷെയ്ഡ് ഗ്ലാസ് ഉപയോഗിച്ചാൽ മതി, കണ്ണടയുടെ ആ ഷീൽഡ് ഗ്യാസ് കേട്ടോ. ഇനി 300 കറണ്ട് വരെ നമ്മൾ ഉപയോഗിക്കുന്നത്, 300 ആംപിയർ വരെ കറണ്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 8 9 വെച്ചിട്ട് കാര്യമില്ല, കണ്ണ് അടിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യണം, 10 to 11 ഒറ്റ ദിവസം കൊണ്ടൊന്നും ആവില്ല, 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കണ്ണിന് ഭയങ്കര പ്രശ്നം വരും. പിന്നെ 300-ന് മുകളിൽ ആംപിയർ കറണ്ടുള്ള വെൽഡിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോഡ് സൈഡിലെ പൈപ്പ് വെൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 12 to 14 ഇത് ഉപയോഗിക്കണം, ഷീൽഡ് കണ്ണട ഉപയോഗിക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ഫയർ, അതുപോലെ തന്നെ അത് ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതന്നെ PS ചോദിക്കത്തുള്ളൂ. പിന്നെ ഒരുപാട് ടൈപ്പ് വെൽഡിങ് ഉണ്ട്. വെൽഡിങ് നമുക്ക് സമയം ഒരു ക്ലാസ്സും കൂടി നമ്മൾ എടുക്കും. February 8 ഒക്കെ ആയിട്ട് നമ്മളൊരു ക്ലാസ് കൂടി എടുക്കും.
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കുക. ലാസ്റ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക കേട്ടോ.